ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 63ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളുടെ ദൈവ ശുശ്രൂഷയ്ക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ മിൻസൺ മാത്യു ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം തൃശ്ശൂരാണ്. ഇപ്പോൾ UK-യിൽ ബിർക്കൻഹെഡ് എന്ന സ്ഥലത്തായിരിക്കുന്നു. അവിടെയുള്ള അഗപ്പെ ക്രൈസ്റ്റ് ചർച്ച് എന്ന് അറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങൾ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവ ശുശ്രൂഷ ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ദൈവ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങിയ സമയം മുതൽ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വർഷിപ്പ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. അതങ്ങ് തീർന്നു പോയതിൽ വളരെയധികം സങ്കടമുണ്ട്. അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുമായിരുന്നെങ്കിൽ വളരെയധികം അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ഭയങ്കരമായിട്ട് പഴയ പാട്ടുകൾ കർത്താവിന്റെ ദാസൻ പാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കരഞ്ഞുപോയി. കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടിയപ്പം ഭയങ്കര അധികമായിട്ട് അത് ഫീൽ ചെയ്തു. കർത്താവ് ധാരാളമായി ആ പ്രിയദാസനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല രീതിയിൽ പാട്ടുകൾ പാടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആത്മനിയോഗത്തിൽ പ്രാർത്ഥിച്ച പ്രിയ ആ മമ്മീനെ ഓർത്തും ആമേൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു വിഷയമാണ് എടുത്തത്. സ്തോത്രം. ഞാൻ ഈ നാളുകളിൽ അവൻ എടുത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവിൻ. അവൻ ഒരുക്കി വെക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തയിൽ പോലും വരാത്ത കാര്യങ്ങൾ അവന്റെ ട്രിക്സിനാണോ ശക്തിയുള്ളത്. അവന്റെ ട്രിക്സ് അത്രയും ഭയങ്കരമായിട്ട് അവൻ ട്രിക്സ് യൂസ് ചെയ്യും. ആമേൻ സ്തോത്രം. യുവതലമുറകളെ നശിപ്പിച്ചു കളയുന്ന സാത്താന്റെ പദ്ധതികൾക്ക് എതിരെ ഈ നാളുകളിൽ ദൈവമക്കൾ ജയമെടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രത്യേകിച്ച് എന്നെ ഈ മീറ്റിംഗിലേക്ക് സ്തോത്രം ഇൻവൈറ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ പ്രിയ ഡെന്നി സഹോദരനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇൻവൈറ്റ് ചെയ്ത പ്രിയ സഹോദരി സിജി സഹോദരി ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്ത് ശ്രദ്ധിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ യുവാക്കൾ അല്ലെങ്കിൽ നമ്മുടെ യുവാക്കന്മാര്, യൗവനക്കാർ അങ്ങനെ പറയാം, യൗവനക്കാര് അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഓടി നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം ഈ ഗ്രൗണ്ടിൽ, ഈ പ്ലാറ്റ്ഫോമിൽ കൂടി തന്നെ ആമേൻ സ്തോത്രം വല വീശി ആമേൻ ദൈവജനത്തെ പിടിക്കുവാനുള്ള ഈ ഒരു ഉത്തരവാദിത്വം എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എനിക്ക് എപ്പോഴും ഉള്ള ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഭയിൽ നിന്നും ഒരു സഭയിലോട്ട് ഒരു വിശ്വാസികളെ പിടിച്ചുകൊണ്ടുവരുന്നതല്ല സുവിശേഷ വേല. മറിച്ച് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്വേറിയത്തിൽ കിടക്കുന്ന മീനിനെ എടുത്ത് ഇപ്പുറത്തെ അക്വേറിയത്തിൽ ഇടുന്നത് പോലെയുള്ളൂ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സ്തോത്രം. സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ പോയി മീൻ പിടിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. കടലിൽ പോയി മീൻ പിടിക്കണം. സ്തോത്രം. അതായത് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി പിടിക്കണം. സ്തോത്രം. അത് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുമെന്ന് എനിക്ക് വളരെ പെട്ടെന്നാണ് മനസ്സിലാവാൻ സാധിച്ചത്. കർത്താവ് സഹായിക്കട്ടെ. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രിയ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തലമുറയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരിയെയും സഹോദരനെയും കുഞ്ഞിനെയും യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ മുഖവരകളൊന്നും പറയുന്നില്ല. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പ്രിയ കർത്താവിന്റെ ദാസി ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിച്ച സമയത്തിനകത്ത് ആമേൻ വചന ശുശ്രൂഷയിലിട്ട് നമുക്ക് കടക്കാം. ഏറ്റവും അധികമായി ചിന്തിക്കേണ്ട കാര്യം, എന്തെല്ലാം ഒരു മീറ്റിംഗിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുന്നത് വചന ശുശ്രൂഷയ്ക്ക്. കാരണം വചനം ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വചനം ജീവന്റെ അപ്പമാകുന്നു. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ വചനം നമ്മൾ വശിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ നിത്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിത്യതയാണ്. എന്തുവാ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ? നിത്യതയാണ്. എറ്റേണിറ്റിയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. പലപ്പോഴും ജനം മറന്നു പോകുകയാണ്. ലോകത്തിലെ നന്മകൾ കാണുമ്പോൾ, ലോകത്തിലെ വാക്തത്വങ്ങൾ നിറവേറുമ്പോൾ ഇവിടം കൊണ്ട് തീർന്നു പോകുക.
തീർന്നു പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഈ വചന ശുശ്രൂഷയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് ആദ്യം കയറ്റി വെക്കേണ്ട ഒരു കാര്യം ആദ്യം പറയാൻ പോവുകയാണ്. അത് ആദ്യം നിങ്ങളുടെ മൈൻഡിലോട്ട് കയറ്റി വെക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിലൊക്കെ സോദരം, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ പ്രതികരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം, കേൾക്കാൻ പറ്റത്തില്ല. നമ്മൾ ലൈവിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ചിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രം പറയുമ്പോൾ ആത്മാവിൽ ദൈവജനം നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. ആ ഒരു കുറവ് മാത്രമേ ഈ എന്താ പറയുക സൂം ഈ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ അവിടെ ഇരുന്ന സ്തോത്രത്താൽ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ ഇരിക്കുന്ന മുറി ഏതെന്ന് നോക്കണ്ട, നിങ്ങൾ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഏതെന്ന് നോക്കണ്ട. ഇന്ന് രാത്രികാലം ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ, ചില ജീവിതങ്ങളിൽ മേൽ ദൈവത്തിന്റെ വലിയ വിടുതൽ നടക്കുമെന്ന് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. 2 രോഗങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. ഒന്ന് ശാരീരിക രോഗം, 2 ആത്മീക രോഗം. സ്തോത്രം. ഇതാദ്യം നിങ്ങൾ മനസ്സിലോട്ട് കയറ്റി എടുത്തു വെക്കുക. മനസ്സിലോട്ട് നിങ്ങൾ അതൊന്ന് ഫീഡ് ചെയ്തായിട്ട് മനസ്സിലോട്ട് അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം, 2 രോഗങ്ങളുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. ഒന്ന് ആത്മീക രോഗം, 2 ശാരീരിക രോഗം. അല്ലെങ്കിൽ 1 ശാരീരിക രോഗം, 2 ആത്മീക രോഗം. ഈ ശാരീരിക രോഗത്തെ സ്തോത്രം സൗഖ്യപ്പെടുത്താൻ നമ്മുടെ കർത്താവിനെ കൊണ്ടും സാധിക്കും. ആത്മീക രോഗത്തെ സൗഖ്യപ്പെടുത്താനും നമ്മുടെ കർത്താവിനെ കൊണ്ട് സാധിക്കും. പക്ഷേ ജനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ശാരീരിക രോഗസൗഖ്യങ്ങൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ശാരീരിക രോഗസൗഖ്യങ്ങളെല്ലാം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അത് ആവശ്യമാണ്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിനെതിരല്ല. പക്ഷേ ശാരീരിക സൗഖ്യങ്ങളെല്ലാം 6 അടി മണ്ണിൽ ഒതുങ്ങി തീർന്നു പോകുന്ന ഒന്നാണ്. എന്നാൽ ആത്മീക രോഗം എന്ന് പറയുന്നതിനെ വചനം കൊണ്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയാൽ മാത്രമേ നാം നിത്യതയിൽ എത്തിത്തീരത്തുള്ളൂ. സ്തോത്രം. ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ അതിന്റെ ആകെ തുക വചനത്തിൽ ഉറയ്ക്കുക എന്നുള്ളതാണ്. വചനത്തിൽ ഉറയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജിന്റെ ആകെ തുക എന്ന് പറയുന്നത്. സ്തോത്രം. വചനത്തിൽ ഉറയ്ക്കുക, അർത്ഥാൽ ദൈവത്തിൽ ഉറയ്ക്കുക, ദൈവത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, വചനത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേഗത്തിൽ ഒരു വാക്യം വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, ഇതിന്റെ 20-ാമത്തെ വാക്യം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? വചനം പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഒന്നുകൂടെ വായിക്കുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോഴും നടക്കും. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇപ്പോഴും നടക്കും. പക്ഷേ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കേണ്ടത്. സ്തോത്രം. വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉറക്കേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ജനത്തിന്റെ ഹൃദയത്തിൽ ഉറക്കുന്നതെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ്. സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ജനത്തിന്റെ ഹൃദയത്തിൽ ഉറച്ചു പോകുന്നത്. അത് അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്റെ പ്രിയ ദൈവമക്കളെ, വചനം ഹൃദയത്തിൽ ഉറക്കാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം അവിടെ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മുഖാന്തരമാണ്, അതൊരു മാധ്യമം മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും അടയാളങ്ങളും നടന്നില്ലെങ്കിലും എന്റെ ഹൃദയത്തിനകത്ത് വചനം ഉണ്ടാകണമെന്ന ഒരു ആഗ്രഹം ഈ നാളുകളിൽ ദൈവമക്കൾക്കകത്ത് ഉണ്ടായിരിക്കണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. അപ്പം ഈ പ്രസംഗിക്കുന്ന പ്രാസംഗികന്റെ അല്ലെങ്കിൽ ശുശ്രൂഷകന്റെ മിടുക്ക് കൊണ്ടല്ല അടയാളങ്ങൾ നടക്കുന്നത്, മിടുക്ക് കൊണ്ടല്ല അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇവൻ വചനം പ്രസംഗിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ക്രിസ്തു പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ 2-3 അത്ഭുതങ്ങളും അടയാളങ്ങളും വേദിയിൽ നടന്നു കഴിഞ്ഞാൽ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി അറിയാതെ തന്നെ ആൾദൈവങ്ങളായി മാറുന്ന ശുശ്രൂഷഗണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ നാളുകളിൽ പറയണം, ഞാനോ കുറയണം, അപ്പാ നീയോ വളരണം. പ്രൈസ് ഗോഡ്. ഞാനോ കുറയണം, നീയോ വളരണം എന്ന് പറയുന്ന ഒരു തത്വത്തിലേക്ക് നാം തിരിച്ചു വരണം. സ്തോത്രം. അങ്ങനെ ക്രിസ്തുവിന്റെ നാമത്തെ വളർത്തി വചനത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന ഒരു തലമുറയെ ഈ നാളുകളിൽ നാം വാർത്തെടുക്കണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ എല്ലാവരും ഓരോ ചർച്ചകളിൽ കൂടുന്നവരാണ്, ഓരോ സഭകളിൽ കൂടുന്നവരാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഭകളെ നോക്കി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാണ്. സ്തോത്രം. നിങ്ങൾ ഏത് ചർച്ചിലാണോ ആയിരിക്കുന്നത്, ആ സഭയ്ക്കകത്ത് ആമേൻ സ്തോത്രം, ലോകത്തിന്റെ മോഹങ്ങൾക്കല്ല, അത്ഭുതത്തിനും അടയാളത്തിനുമല്ല, ശാരീരിക രോഗസൗഖ്യത്തിനല്ല, മറിച്ച് ഒരു ആന്തരിക ആത്മീക രോഗസൗഖ്യത്തിനും വചനം ഹൃദയത്തിൽ ഉറയ്ക്കാനും വേണ്ടി തീരുമാനമെടുക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക രോഗം വേണ്ടെന്നാണോ പാസ്റ്റർ പറയുന്നതെന്നല്ല. ശാരീരിക രോഗസൗഖ്യം വേണ്ടെന്നാണോ? രോഗസൗഖ്യം വേണം, വേണ്ടെന്നൊന്നും പറയുന്നില്ല. രോഗസൗഖ്യങ്ങൾ വേണം, അത് വേണം. പക്ഷേ ഇങ്ങനെ പറയണം, അപ്പാ പൗലോസ് പറഞ്ഞതുപോലെ ഇത് മാറ്റി തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് പറയണം, കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒരു കുഴപ്പമില്ല കർത്താവെ, അത് അവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നിന്റെ കൃപ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ശൂലം അവിടെ ഇരുന്നോട്ടെ കർത്താവെ എന്ന് പറയുന്ന ഒരു മൈൻഡിലേക്ക് ദൈവജനം വളർന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാ, എങ്കിലും യഹോവ എല്ലാത്തിൽ നിന്നും അവനെ വിടുവിക്കും. അനർത്ഥമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമില്ല, ഭാരമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, വീഴ്ചയില്ലാത്ത, വിഷമമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം ഇല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അതിന്റെ മധ്യത്തിലും നീ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വചനം ഹൃദയത്തിൽ ഉറക്കണം ഈ നാളുകളിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും. എന്താ ഉറപ്പിച്ചു തന്ന എന്ന് പറഞ്ഞാൽ, യേശു എന്താണോ പഠിപ്പിച്ചത്, ആമേൻ, അതിന് മാറ്റം വരുത്താതെ അപ്പോസ്തലന്മാർ ഉറപ്പിക്കുകയാ. എന്തുവാ? അപ്പോസ്തലന്മാർ ഉറപ്പിക്കുകയാ. സ്തോത്രം. അനേക ദൈവമക്കൾ, അവൻ എന്നെക്കാൾ പ്രായത്തിൽ മുതിർന്നവരെല്ലാം ഇതിനകത്ത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. അനേക ദൈവദാസന്മാരും ഇതിനകത്ത്, അഭിഷക്തന്മാർ ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമേൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും ആമേൻ എന്റെ സഭയ്ക്കകത്ത് പറയാറുള്ള ഒരു കാര്യമാണ്, പ്രായത്തിൽ ചെറുപ്പമാണെന്ന് എനിക്ക് ആമേൻ ചിലർ പറയും, പ്രായത്തിൽ ചെറുപ്പമാണ്. അപ്പൊ യൂത്തിന് പറ്റിയ രീതിയിലുള്ള കാര്യങ്ങളാണ് മെസ്സേജിൽ കൂടെ കൊടുക്കുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഭൂരിഭാഗം യൂത്തിന് എന്നെ ഇഷ്ടമല്ല. ആമേൻ. സ്തോത്രം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫ്രീക്കൻ മെസ്സേജ് അല്ല ഞാൻ കൊടുക്കുന്നത്. സ്തോത്രം. ആമേൻ. ആമേൻ. സ്തോത്രം. മാനസാന്തരത്തിന് ഉതകുന്ന മെസ്സേജാണ് പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂത്തിനൊന്നും ഇഷ്ടപ്പെടാറില്ല. സ്തോത്രം. എങ്കിലും ഞാൻ പറയുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആമേൻ, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. സ്തോത്രം. നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എടാ മോനെ, നിനക്ക് പറയാനുള്ളത് മുഖം നോക്കി അങ്ങ് പറഞ്ഞോണം. സ്തോത്രം. അവിടെ ഇരിക്കുന്ന അപ്പച്ചനാണെന്ന് നോക്കണ്ട, അമ്മച്ചിയാണെന്ന് നോക്കണ്ട, അവൻ സീനിയർ പാസ്റ്ററാണെന്ന് നോക്കണ്ട, ആരാണെന്ന് നോക്കണ്ട, ഇരിക്കുന്ന എത്ര വലിയ മൂപ്പനാണെങ്കിലും പരിശുദ്ധാത്മാവ് നിന്നോട് പറയാനുള്ളത് കുഞ്ഞെ നീ അങ്ങ് പറഞ്ഞേക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനപ്പുറത്തേക്ക് ഒന്നും നോക്കണ്ട. സ്തോത്രം. ഈ ഒരു മെത്തേഡിലാണ്, സ്തോത്രം, ഈ നാളുകളിൽ യുവതലമുറകൾ, യുവാക്കന്മാർ ഒരുപാട് പേര് ശുശ്രൂഷ പദവിയിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പരിശുദ്ധാത്മാവിൽ പറയട്ടെ, യുവ ശുശ്രൂഷകന്മാരെ, അനേക ശുശ്രൂഷകന്മാരെ അവൻ ശുശ്രൂഷ പദവിക്കകത്ത് നിർത്തി തന്നെ ഛേദിപ്പിച്ചു കളയുന്ന, അവരുടെ വാക്തത്വത്തിന്റെ അടുത്തേക്ക് എത്തിപ്പിക്കുവാൻ സാധിപ്പിക്കാതെ അവരെ പൈശാചിക മണ്ഡലങ്ങൾ തകർത്തു കളയുന്ന എത്രയോ വാർത്തകൾ നാം കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഏറ്റവും അധികമായി നിങ്ങൾ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ യേശു കർത്താവ് പറഞ്ഞു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തെ അന്ധകാരത്തോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ് പോരാട്ടമുള്ളത്. അവൻ സ്വതം രാവെന്നില്ലാതെ, പകലെന്നില്ലാതെ, രാത്രിയെന്നില്ലാതെ അവൻ സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് അവനോട് പോരാടി നിൽക്കുന്ന ശുശ്രൂഷകന്മാർക്ക് സാത്താൻ വെറുതെ ഇരിക്കത്തില്ല, പൊരുതിക്കൊണ്ടിരിക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. സഭയിലെ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ സാത്താനോടാ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഈ നാളുകളിൽ. അപ്പോൾ തന്നെ വചനത്തിൽ ഉറക്കണം. ഞാൻ വിഷയത്തിൽ നിന്ന് പോകുന്നില്ല, വചനത്തിൽ ഉറക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 1 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യത്തിൽ വായിക്കുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ഒരു വചനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ വചനം. സ്തോത്രം. പക്ഷെ മറ്റു പലരും അംഗീകരിക്കാത്തതിന്റെ കാരണം
അവൻ അതിന്റെ ABCD അറിയത്തില്ല, അതുകൊണ്ട് അംഗീകരിക്കാത്തത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചു നോക്കാതാണ് അംഗീകരിക്കാത്തത്. സ്തോത്രം. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. യേശു ക്രിസ്തു അല്ലാതെ ആമേൻ പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിൽ മറ്റൊരുത്തിനും അവൻ ചോര കൊടുത്തിട്ടില്ല. യുവത്വത്തിന്റെ ചോരയെ ചീന്തി തന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്, പ്രിയപ്പെട്ടവര്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. മറ്റൊരു പുസ്തകത്തിനകത്തും ആമേൻ ലോകത്തെ മാനവരാശിയെ സ്നേഹിച്ച ഒരു ദൈവത്തെ കാണാൻ പറ്റത്തില്ലെന്നേ. സ്തോത്രം. നമ്മുടെ മഹാനായ ഗാന്ധിജി ആമേൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ സ്തോത്രം സരോജിനി നായിഡു ഇങ്ങനെ പറഞ്ഞു, ആമേൻ, അല്ലയോ മഹാത്മാവേ, നീ യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വായിക്കുന്നതല്ലേ, നീ വായിക്കുന്നതല്ലേ, നിനക്ക് അറിയാമായിരുന്നല്ലോ യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. മഹാത്മാഗാന്ധിയും വെള്ളിയാഴ്ചയാണ് മരിച്ചത്. മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, ആമേൻ, നീയും 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനത്തോട് പറയട്ടെ, അനേകം മഹാന്മാർ ഈ ഉലകത്തിൽ വന്നു പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആരും ഉയർത്തെഴുന്നേറ്റില്ല. ആമേൻ. എല്ലാവരുടെയും കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അടയ്ക്കപ്പെടാത്തൊരു കല്ലറയുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. അതിന്റെ അടയാളം അവൻ വീണ്ടും വരും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത് പാപികളെ ചേർപ്പാൻ, പാപികളെ സ്നേഹിപ്പാൻ വേണ്ടി കടന്നു വന്നു. 2, അവൻ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി കടന്നു വരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ 1 പാപികളെ തെരഞ്ഞ വന്നത്, ഇപ്പോഴും പാപികളെ ചേർത്തുകൊണ്ടാണ് കർത്താവ് ഇരിക്കുന്നത്. അതുകൊണ്ട് പാപികളെ കാണുമ്പോൾ നമുക്ക് അറപ്പൊന്നും തോന്നരുത്. സ്തോത്രം. ഹല്ലേലൂയ. പാപം ചെയ്തവരെ കാണുമ്പോൾ ഇച്ചീച്ചി ഒന്നും പറയരുത്. സ്തോത്രം. കർത്താവ് പാപികളെ സ്നേഹിക്കുന്നത്, പാപികളെ ചേർത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കർത്താവ് പാപികളെയാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി കർത്താവ് വരുമ്പോ വിശുദ്ധന്മാരെ ചേർക്കാനാണ് വരുന്നത്. സ്തോത്രം. ആമേൻ. അതാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സ്തോത്രം. ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും ഉന്നതനും വിശുദ്ധനുമായ ഒരു വ്യക്തിയിൽ ഒരാളായിരുന്നു വിശുദ്ധ പൗലോസ്. ഈ പൗലോസ് പറയാണ്, 1 തിമോഥെയോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ പൗലോസ് പറയാണ്, ആമേൻ, സ്തോത്രം, പൗലോസ് തന്നെ സ്വയമായിട്ടൊന്ന് വിലയിരുത്തുകയാണ്. പൗലോസ് സ്വയം താൻ ആരാണെന്ന് വിലയിരുത്തുകയാണ്. എങ്ങനെയാ? സ്വയമായിട്ട് വിലയിരുത്തുക. ഞാൻ ആരാണെന്ന് പൗലോസ് വിലയിരുത്തുക. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് സ്വയം വിലയിരുത്താൻ നമുക്ക് പലപ്പോഴും അറിയത്തില്ല. പലപ്പോഴും ആമേൻ, സ്തോത്രം, നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്താനാണ് പോകാറ്. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഒരു ചേഞ്ച് വരുത്തണം. ഇതൊക്കെ ആത്മീക രോഗത്തിനകത്ത് ബാധിക്കുന്ന കേസാണ്. ആമേൻ. ആത്മീക രോഗമാണ് പിന്മാറ്റം, ആത്മീക രോഗമാണ് പ്രാർത്ഥനാക്കുറവ്, ആത്മീക രോഗമാണ് മറ്റുള്ളവരെ വിലയിരുത്താൻ പോകുക, ആത്മീക രോഗമാണ് മറ്റുള്ളവരെ വിധിക്കാൻ പോകുക, ആത്മീക രോഗമാണ് മറ്റുള്ളവരോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ ഒരു ആത്മീക രോഗത്തിൽപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് നാം സ്വയം ഒന്ന് വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ നാളുകളിൽ പ്രൈസ് ഗോഡ്, സ്വയം ഒന്ന് വിലയിരുത്തുക. പൗലോസ് സ്വയം വിലയിരുത്തി. എന്നിട്ട് പൗലോസ് പറയാ, ഞാൻ ഒരിക്കൽ പാപികളിൽ ഒന്നാമനായിരുന്നു. അതായത് ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാ പറയുന്നത്. എന്നിട്ട് പൗലോസ് പറയാ, ഞാൻ ഒരിക്കൽ പാപികളിൽ ഒന്നാമനായിരുന്നു എന്നല്ല പറയുന്നത്, ഞാൻ ഇപ്പോൾ ഈ പാപികളിൽ ഒന്നാമനാണ്. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് ലീഗ പറയുകയാണ്, ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പാപത്തിന്റെ ചെളിക്കകത്ത് കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് എല്ലാവരെക്കാട്ടിലും അധികമായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. ആമേൻ, സ്തോത്രം, മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്ന സകലരും പാപികളാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപത്തിലാണ് കിടക്കുന്നത്. സ്തോത്രം. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആമേൻ. എന്നിട്ട് പൗലോസ് ഈ കാര്യം വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ പാപത്തിൽ നിന്നും എങ്ങനെ നാം വേർപെടും, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ പാപം ജഡത്തിനകത്തുണ്ട്, ജഡത്തിൽ പാപമുണ്ട്. ഞാൻ പാപത്തിന്റെ അവിടെ പറയാ, റോമർ 7-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്നു ഞാൻ അറിയുന്നു, നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പൊ ഇത് ജഡത്തെ കുറിച്ചാ പൗലോസ് പറയുന്നത്. എന്തിനെ കുറിച്ചാ പറയുന്നത്? ജഡത്തെ കുറിച്ചാ പൗലോസ് പറയുന്നത്. ജഡം ഇങ്ങനെയാണ്, അത് ആദാമ്യ സ്വഭാവമാണ് നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ ജഡത്തിന് വഴങ്ങാതെ വചനത്തെ ഹൃദയത്തിൽ ഉറപ്പിക്കണമെന്നാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിനും വഴങ്ങിക്കൊടുക്കാതെ വചനത്തെ ഹൃദയത്തിനകത്ത് ഉറപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ഒരിക്കൽ എന്നോട് ആമൻ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങും കൂടെ മിക്സ് ചെയ്ത് പ്രസംഗിക്കണേ സോദരം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ അടുത്ത മീറ്റിംഗ് കിട്ടത്തുള്ളൂ സോദരം. ഞാൻ പറഞ്ഞു അടുത്ത മീറ്റിംഗ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കർത്താവ് പറയാൻ പറഞ്ഞ പാപത്തെ കുറിച്ച് മാനസാന്തരം വരുത്താനുള്ള ബോധം വരുത്താനുള്ള മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞ അതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ സ്തോത്രം. അതിനപ്പുറത്തേക്ക് ഒന്നും പറ്റത്തില്ല. കാരണം ആമേൻ ഹല്ലേലൂയ തഴുകി പ്രസംഗിക്കാൻ അറിയാൻ വയ്യാഞ്ഞല്ല സ്തോത്രം. ഒന്ന് ഇളക്കിപ്പെരിപ്പിക്കാൻ അറിയാൻ വയ്യാഞ്ഞല്ല സ്തോത്രം. പ്രസംഗശാസ്ത്രം പഠിച്ച ദൈവശാസ്ത്രം പഠിച്ച ഒരു പാസ്റ്റർക്ക് ഡെഫിനറ്റ്ലി ആമേൻ അത് സാധിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം എന്തു പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതേ ഇവിടെ പറയത്തുള്ളൂ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എല്ലാവർക്കും ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈ വചനം അവൻ അകത്തോട്ട് കയറണം സ്തോത്രം. ഹല്ലേലൂയ. അതാ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യർക്കെഴുതിയ ലേഖനം പറയുന്നു 5-ാം അധ്യായം 16-17 വാക്യത്തിൽ, ആത്മാവിനെ അനുസരിച്ചു നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. എന്ന് പറഞ്ഞാൽ ആ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ആമേൻ പാപ സ്വഭാവമാണ് ജഡത്തിനകത്തുള്ളത്. അപ്പം ആത്മാവും ജഡവും തമ്മിൽ പോരാട്ടത്തില. എന്താ കാര്യം സ്തോത്രം? ഈ ജഡം എപ്പോഴും ഇങ്ങനെ ആമേൻ പാപം ചെയ്യാൻ വേണ്ടി പിശാച് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ വരും മക്കളെ, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് മരണം വരെ ഉണ്ടാവും. ഈ ജഡം മണ്ണിൽ അഴുകി തീരുന്നത് വരെ ജഡത്തിൽ ഇങ്ങനെ പാപം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും സാത്താൻ. പക്ഷേ അവൻ വചനം പറയുന്നു, ആത്മാവിൽ അതിനെ പോരാടി ജയിക്കണം. ആത്മാവിൽ അതിനെ പോരാടി ജയിക്കണം സ്തോത്രം. ഈ നാളുകളിൽ എത്രയോ പേർ ഓട്ടക്കളത്തിൽ വീണു പോകുന്നു, എത്രയോ പേർ പോർക്കളത്തിൽ വീണു പോകുന്നു. എന്താ കാരണം? പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ പോരാടി ജയിക്കുവാൻ സാധിക്കാതെ അവൻ തോറ്റുപോകുന്നു. പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ പോരാടി ജയിക്കുവാൻ സാധിക്കാതെ എത്രയോ യുവചേതനകൾ ചേതനയേറ്റു പോകുന്നു. പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ അവൻ ജയിക്കുവാൻ സാധിക്കാതെ, ആത്മാവിൽ ജയമെടുക്കുവാൻ സാധിക്കാതെ എത്രയോ തലമുറകൾ വഴിതെറ്റിപ്പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ആമേൻ സ്തോത്രം, നിങ്ങളുടെ കണ്ണുനീര് വെറുതെയായി പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ ഉപവസിക്കുന്ന ഉപവാസങ്ങൾ, നിങ്ങളുടെ തലമുറകൾക്ക് നേരെ വാദിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ വാദിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ ഇന്ന് രാത്രി ആത്മാവിൽ പോരാടാൻ എത്ര ദൈവമക്കൾക്ക് ധൈര്യമുണ്ട്? പ്രിയപ്പെട്ടവരെ, മരണം വരെ ജഡത്തിന് പാപത്തിന്റെ സ്വഭാവം ഉണ്ടായിരിക്കും. ദേഷ്യം വരും, കോപം വരും, ഹല്ലേലൂയ, അസൂയ, പിണക്കം, ഇതെല്ലാം ജഡത്തിനകത്തേക്ക് പിശാചി ഇൻജെക്ട് ചെയ്യുമ്പോൾ അവൻ സ്തോത്രം അതിനെ റിജക്ട് ചെയ്യുവാൻ, ആത്മാവിൽ അതിനെ അവൻ റിജക്ട് ചെയ്യുവാൻ നാം ധൈര്യം കാണിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അതിനുള്ള ചങ്കുറ്റം ഈ നാളുകളിൽ നമ്മൾ കാണിക്കണമേ സ്തോത്രം. അല്ലാതെ പാപത്തിനകത്തേക്ക് നാം ഇഴുകി ചേർന്നേച്ച് കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ അവൻ ഉത്തരവാദിത്വം സ്തോത്രം. ഹല്ലേലൂയ. നാം അതിനകത്ത് ജയം പ്രാപിച്ചു. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നത് ഒരുവൻ മാത്രമാണ്. പൗലോസ് തന്നെ പറയാണ്, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറയാണ്, ഞാൻ വല്ലവിധേനയും അങ്ങ് എത്താൻ വേണ്ടി നോക്കിയിരിക്കുക സ്തോത്രം. എങ്ങനെ? വല്ലവിധേനയും എത്താൻ വേണ്ടി നോക്കിയിരിക്കുക. ആരാ പറയുന്നത്? 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പൗലോസ് പറയുക, ഞാൻ വല്ലവിധേനയും അങ്ങ് എത്താൻ വേണ്ടി നോക്കിയിരിക്കുക എന്ന്. പേരിന് പോലും ഒരു ദർശനം കാണാത്ത നമ്മുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പേരിന് പോലും ആമേൻ സ്തോത്രം ഒന്ന് പ്രവചിക്കാനോ പേരിന് പോലും ഒന്ന് ഉപവസിക്കാൻ പോലും പറ്റാത്ത നമ്മള് ആമേൻ അങ്ങ് നിത്യത ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്റെ പൊന്നു മക്കളെ, നിത്യത ഓൾറെഡി റിസർവ്ഡ് ആയിരിക്കുന്നത്, സ്വർഗം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് ആമേൻ ആർക്കാന്നറിയാമോ? ശിശുക്കൾക്ക് മാത്രമാണ് സ്തോത്രം. ശിശുക്കൾക്ക് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കിലേക്ക് വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം അവർക്കുള്ളതല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് തന്നെ അവൻ ഒരു ശിശു മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവൻ മുസൽമാൻ ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഏത് കുടുംബത്തിൽ ജനിച്ചാലും ഒരു കുഴപ്പമില്ല. 12 വയസ്സ് വരെയാൻ തോന്നി ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ശൈശവപ്രായത്തിനകത്ത് ആ കുഞ്ഞു മരിച്ചു കഴിഞ്ഞാൽ നിത്യത അവൻ ഉറപ്പാ സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അതിനുശേഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഫൈറ്റ് ചെയ്ത് നിത്യത പിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ബലാൽക്കാരികൾ സ്വർഗരാജ്യം പിടിച്ചെടുക്കും. ബലാൽക്കാരണയല്ലാതെ ആരും സ്വർഗരാജ്യത്തിൽ എത്തത്തില്ല. ഹല്ലേലൂയ.
സാത്താന്റെ തന്ത്രങ്ങളോട് ഫൈറ്റ് ചെയ്ത്, അവൻ ഒരുക്കി വെക്കുന്ന ട്രിക്സിനോട് ഫൈറ്റ് ചെയ്ത്, അവൻ കൊണ്ടുവരുന്ന ദുശീലങ്ങളോട് ഫൈറ്റ് ചെയ്ത്, അവൻ കൊണ്ടുവരുന്ന സ്തോത്രം ദുഷ്ടന്റെ ചിന്തകളോട് ഫൈറ്റ് ചെയ്ത് ഈ നാളുകളിൽ ജയമെടുത്ത് മുമ്പോട്ട് പോയാലേ പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്തിലെത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ എത്താൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഇവിടെ കൊണ്ട് എല്ലാ പരിപാടിയും നടക്കുന്ന. സ്തോത്രം. ഈ വചനം പ്രസംഗിക്കുമ്പോൾ തന്നെ ഇവിടെ പറഞ്ഞ വചനത്തിൽ ഉറയ്ക്കാൻ വേണ്ടി, വചനം പ്രസംഗിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. വചനം പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റുമെന്നേ. ഇപ്പൊ ഈ ഗൂഗിൾ, എൻസൈക്ലോപീഡിയ, വിക്കിപീഡിയ ഇതിലെല്ലാം എടുത്തു നോക്കി ഹിസ്റ്ററി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല പ്രസംഗം നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രസംഗശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിക്ക് സൂപ്പറായിട്ട് ഒരു മെസ്സേജ് ഉണ്ടാക്കാം. 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ നിർത്താതെ തീപ്പിരി പ്രസംഗിക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ അവന്റെ പ്രസംഗത്തിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശുശ്രൂഷ വചന ശുശ്രൂഷയും പ്രാർത്ഥനയിലും ഉറ്റിരിക്കുവിൻ എന്നാണ്. വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയില്ലാതെ ഒരു പ്രസംഗം നടക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥനയില്ലാതെ ഒരു പ്രസംഗം നടക്കത്തില്ല. ഇനി അഥവാ പ്രാർത്ഥനയില്ലാതെ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് വികലമായ മെസ്സേജാണ്. അതിനകത്ത് ദൈവം പ്രസാദിക്കത്തില്ല. സ്തോത്രം. ഇപ്പൊ ഒരുപാട് തട്ടിക്കൂട്ട് പരിപാടികളുണ്ട്. യൂട്യൂബ് നോക്കി ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് സ്വതം സെറ്റ് ചെയ്ത് മെസ്സേജുകൾ ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പ്രാർത്ഥിക്കത്തില്ല, എവിടെയെങ്കിലും കിടന്ന് ഓടി വന്ന് ചാടി കയറി വന്ന് മെസ്സേജിന്റെ സമയമാകുമ്പോൾ കയറി പിടിച്ച് നല്ല അടിപൊളി നീണ്ട 2 മണിക്കൂർ മെസ്സേജ് അങ്ങ് പറയും. സ്തോത്രം. പക്ഷെ വേറെ കാര്യമുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു പോകും. പക്ഷെ അത് മെസ്സേജിന്റെ ഗുണം കൊണ്ടല്ല കേട്ടോ. കാരണം എന്താ അറിയുമോ, ഈ വചനം അങ്ങോട്ട് ഇളകുമ്പോഴേ നമ്മളെ പോലെ കേട്ടിരിക്കുന്ന കുറെ വ്യക്തികളുണ്ടല്ലോ, കണ്ണുനീരിങ്ങനെ ഒഴുക്കി മാനസാന്തരപ്പെട്ട് മനസ്സ് പുതുക്കി ഇങ്ങനെ കർത്താവിനോട് പരിശുദ്ധാത്മാവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വചനത്തിന്റെ മുമ്പിൽ വീഴുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് കർത്താവിന്റെ ശുശ്രൂഷയാണ് നടത്തുന്നത്. സ്വത്രം. പക്ഷെ കർത്താവ് വചനത്തിൽ പ്രസാദിക്കത്തില്ല, കർത്താവ് പ്രസംഗത്തിൽ പ്രസാദിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ഇത് ഒരു ശുശ്രൂഷകന്മാർക്കും വേണ്ടിയുള്ള ദൂത് കൂടെയാണ് ഞാൻ കൊടുക്കുന്നത്. വചനം പറയുന്നു, വചനം ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്, അത് എനിക്കും കൂടെയുള്ള ദൂതാണ്. സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വിശുദ്ധനല്ല, എനിക്കും കൂടെയുള്ള ദൂതായിട്ടാണ് ഞാൻ ഇത് ഏറ്റെടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഈ പാപികളിൽ ഞാൻ ഒന്നാമൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാനോ? സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ തയ്യാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. സ്തോത്രം. നമുക്കാർക്കും വിശുദ്ധൻ എന്ന് പറഞ്ഞ് ചുമ്മാ സർട്ടിഫിക്കറ്റ് മാറ്റിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ചോദിക്കും, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നമുക്ക് പാപമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം പറയാനുള്ളൊരു കാര്യം, ആമേൻ, ജഡത്തിനല്ല, നാം ആത്മാവിൽ സ്വതന്ത്രരാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആത്മാവിൽ ഐക്യതയുള്ളവരായി മാറണം. മനസ്സിലാകുന്നുണ്ടോ? ജഡത്തിനകത്ത് അപ്പോഴും പാപം കിടക്കുക. ജഡം ഇങ്ങനെ മനുഷ്യനെ പാപം ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ ഈ നാളുകളിൽ ജഡത്തിലേക്ക് കടന്നു വരുന്ന പൈശാചിക ശക്തികളോട് ഫൈറ്റ് ചെയ്ത് പാപം ചെയ്യാതെ പാപത്തെ കീഴടക്കി ഈ നാളുകളിൽ മുമ്പോട്ട് പോകാൻ ദൈവജനം ആമേൻ ഹല്ലേലൂയ മനസ്സ് കാണിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആമേൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയും ഇല്ല എന്ന് പറഞ്ഞു. ഈ പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സ്തോത്രം. ഫറവോന്റെ അടുത്ത് നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഈ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളെ വിട്ടുകിട്ടാൻ, എന്തിനു വേണ്ടി? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് മോശ എന്ന ദൈവപുരുഷനെ ദൈവത്തിന്റെ നിയോഗത്താൽ അയക്കുകയാണ്. മോശ ചെന്ന് ഫറവോനോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവജനത്തെ വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫറവോൻ പറയുകയാണ്, വിട്ടയക്കാൻ പറ്റത്തില്ല. എന്തുവാ? വിട്ടയക്കാൻ പറ്റത്തില്ലെന്ന് പറയുക. സ്തോത്രം. ഈ യഹോവയാട്ടെ, എനിക്ക് യഹോവയെ അറിയത്തില്ല, ഞാൻ വിട്ടയക്കത്തില്ല എന്ന് പറഞ്ഞ് ഫറവോൻ വാദിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഈ പറയുന്ന ഈ സെയിം കാര്യം പുതിയ നിയമ വിശ്വാസികളിലേക്ക് ഞാനൊന്ന് മാറ്റി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഫറവോൻ എങ്ങനെയാണോ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടാതെ പിടിച്ചു വെച്ചത്,
അതുപോലെ ജഡം ആമേൻ ദൈവമക്കളെ പിടിച്ചു വെക്കുകയാണ്. സ്തോത്രം. ഈ പൈശാചിക മണ്ഡലങ്ങൾ ജഡത്തിൽ കൂടി പിശാചിനെ ദൈവമക്കളെ നിത്യതയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തന്ത്രം ഈ നാളുകളിൽ തിരിച്ചറിയണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജഡം ബലഹീനമാണ്. ഇത് ബലഹീനമാണ്. ഇതിനകത്ത് ശത്രുവാകുന്ന സാത്താൻ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ നാളിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം. മനസ്സിലാകണം, നാം സ്വർഗത്തിലല്ല ഇപ്പൊ താമസിക്കുന്നത്, ഇപ്പൊ ജീവിക്കുന്നത് പാപം നിറഞ്ഞ ലോകത്തിലാണ്. ആ ഒരു ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ സ്വർഗത്തിലല്ലല്ലോ. ആമേൻ, സ്തോത്രം. നമ്മളിപ്പോ സ്വർഗത്തിലല്ല, നമ്മളിപ്പോ പാപം നിറഞ്ഞ ലോകത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാപം നമ്മളിലേക്ക് ഏറ്റവും അധികമായി കടന്നു വരാൻ സാധ്യതകൾ വളരെയേറെയാണ്. അത് സ്തോത്രം കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ സാത്താൻ ഓടി നടക്കുകയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങളെന്നോ ആമേൻ സ്തോത്രം കൗമാരപ്രായക്കാരെന്നോ യൗവനക്കാരെന്നോ വിശ്വാസിയെന്നോ ശിഷ്യന്മാരെന്നോ പാസ്റ്ററെന്നോ സെൻട്രൽ പാസ്റ്ററെന്നോ ഒന്നും ഇല്ല. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ സാത്താൻ ഊടാടി നടക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, മാതാവ് നേരത്തെ പ്രാർത്ഥിച്ച ആ വിഷയം എനിക്ക് വളരെയധികം, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ്. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. തലമുറകൾ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. ജീവിത പങ്കാളി യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. അവർ പോകുന്ന സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ വെളിപ്പാട് കിട്ടിയ വിശ്വാസികള് പിന്നീട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിലേക്കാണ് ഞാൻ ഇനി കടക്കാൻ പോകുന്നത്. വചനത്തിൽ ഉറയ്ക്കുക, വചനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. എന്തുവാ ഈ വെളിപ്പാട് എന്ന് പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം പറഞ്ഞു കൊടുത്തില്ലായിരുന്നെങ്കിൽ ബലഹീനരായ വിശ്വാസികള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിരാശപ്പെട്ട് അവരുടെ ബലഹീനതയ്ക്കകത്ത് വരുന്ന പാപത്തിലേക്ക് അവർ വീണുപോകും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുത്തത് കൊണ്ട് വിശ്വാസികൾക്ക് മനസ്സിലായി ജഡം പാപം ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പോ ആത്മാവ് അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അതിനെ തള്ളിക്കളയണമെന്ന് വിശ്വാസികൾക്ക് മനസ്സിലായി. അങ്ങനെ ഇവരത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ പ്രാക്ടീസ്, നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ യേശു കർത്താവ് പറയുന്നത്, വചനം എങ്ങനെയല്ല പറയുന്നത്, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കണം? ക്രിസ്തുവിന് സമർപ്പിക്കണം. സ്തോത്രം. കണ്ണ് നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. നാക്ക് നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. കാത് നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കണം. ഇതെല്ലാം അനീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഇതുകൊണ്ടെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ നീതിയുടെ ആയുധങ്ങളായി സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ, ഇത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് ഉപകാരപ്പെട്ടു മാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ വചനം പറയുന്നു, നീ പിണ്ടാഹാരമായിരുന്നപ്പോൾ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നീ അധോഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ. എന്തു ഈ അധോഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സാത്താന്റെ ലോകത്ത് വന്നിട്ട് തന്നെ സാത്താനെതിരെയുള്ള ആയുധങ്ങളെ ആമേൻ സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. സാത്താൻ അറിയാതെ അധോഭാഗങ്ങളിൽ നിന്നെ രഹസ്യത്തിൽ ഞാൻ ഉരുവാക്കി എന്ന വചനം പറയുന്നത്. രഹസ്യത്തിൽ ഞാൻ നിന്നെ ഉരുവാക്കി. എന്തിനാ ദൈവം രഹസ്യത്തിൽ ഉരുവാക്കിയത്? സാത്താന്റെ ആമേൻ സ്തോത്രം ആമേൻ രാജ്യത്ത് സാത്താൻ ആമേൻ കൊടികുത്തി വാഴുന്ന ഭൂമിയിൽ ആമേൻ കടന്നു വന്നിട്ട് അതിന്റെ ഉള്ളിൽ രഹസ്യത്തിൽ ദൈവത്തിന്റെ ആയുധങ്ങളെ ഓരോ ഉദരത്തിലും എന്റെ ദൈവം സൃഷ്ടിച്ചെന്ന്. അങ്ങനെയെങ്കിൽ എന്നെയും നിന്നെയും സാത്താനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ആയുധങ്ങളായി ദൈവം രഹസ്യത്തിൽ സൃഷ്ടിക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം, നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ കണ്ടത് ആമേൻ പ്രസവത്തിന് ശേഷമാണ്. സ്തോത്രം. അല്ലെങ്കിൽ ഉദരത്തിൽ ആയതിനു ശേഷമാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേൻ. മോശ പറയുന്നു, ആറാമത്തെ ദിവസമാണ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതെന്ന്. ആമേൻ. സ്തോത്രം. ആറാമത്തെ ദിവസം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. എന്നാൽ സ്തോത്രം അപ്പോസ്തലൻ കിട്ടിയ വെളിപ്പാട് എന്താണെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. അപ്പോസ്തലന് കിട്ടിയ വെളിപ്പാട്, ആ ലോക സ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഈ ഇരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ലോക സ്ഥാപനത്തിന് മുമ്പേ കണ്ട കർത്താവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം നിത്യത എന്താണെന്നും സ്വർഗം എന്താണെന്നും വ്യക്തമായി അറിയാവുന്ന സാത്താൻ നിത്യതയ്ക്ക് നിങ്ങളെ അവകാശികളാക്കി തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിനെതിരെ, നിങ്ങളുടെ സഭയ്ക്കെതിരെ, നിങ്ങളുടെ തലമുറകൾക്കെതിരെ വാദിച്ച് പോരാടുമ്പോൾ
വരുമ്പോൾ ആമേൻ അവനോ നിത്യത നഷ്ടമായി, അവൻ നിത്യ നരകത്തിലേക്ക് ഒടുക്കം യാത്ര ചെയ്യേണ്ടവനാണ്. ഞാൻ പോകുന്ന കൂട്ടത്തിൽ കുറച്ചുപേരെങ്കിലും ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് ഈ നാളുകളിൽ വചനത്തിൽ ഉറച്ചു ജയമെടുക്കുവാൻ ദൈവമക്കൾ ആമേൻ ചങ്കുറ്റം കാണിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ ആലോചന പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിരന്തരമായി വരുന്ന ജഡത്തിന്റെ, പാപത്തിന്റെ, സാത്താന്റെ പ്രലോഭനത്തിൽ നിന്ന് ആമേൻ നിരന്തരമായി രക്ഷപ്പെടാൻ യേശു ക്രിസ്തുവിനെ ധരിക്കണം. അതാ റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാ, ജഡത്തിനായി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മോഹങ്ങൾ ജനിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ജഡത്തിനായി ചിന്തിക്കുമ്പോൾ മോഹങ്ങൾ ജനിക്കും. ആമേൻ. മോഹമാണ് ആമേൻ അവസാനം പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ യേശു ക്രിസ്തുവിനെ ധരിച്ചു കഴിഞ്ഞാൽ ആമേൻ വെളിച്ചം നമ്മളിലേക്ക് വീശും. പിന്നെ ചിന്തകൾ വരത്തില്ല. നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എവരിഡേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യം നടക്കത്തുള്ളൂ. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇപ്പം നമ്മുടെ കണ്ണ് അരുതാത്തൊരു കാര്യം കാണുമ്പോൾ ആമേൻ സ്വന്തം കാണത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ അരുതാത്ത കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ അത് കാണുമ്പോൾ ആമേൻ സ്തോത്രം, ആ കണ്ണിനെ നമ്മൾ ആ ചിന്തയിൽ നിന്ന് മാറ്റണം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെയാ ഈ കണ്ണിനെ നീതിയുടെ ആയുധമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ആദരത്തിനകത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത വാക്ക് സംസാരിക്കേണ്ടി വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ അതിനെ അങ്ങ് മാറ്റുക. അങ്ങനെ മാറ്റി ശീലിക്കുക. ഓരോ ദിവസം ശീലിക്കുക. അങ്ങനെ ട്രൈ ചെയ്ത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ നാവ് നീതി മാത്രം സംസാരിക്കുന്ന നാവായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇതങ്ങനെ അങ്ങ് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ വരത്തുള്ളൂ. നമ്മുടെ കരങ്ങൾ, നമ്മുടെ അതരങ്ങൾ, കാരണം ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പൊ ഇത് എല്ലാം ഓൾ ബോഡി നീതിക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് ഈ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ കയറി വന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാണ്. സ്വതന്ത്രം, നീതിക്ക് വേണ്ടി മാത്രമേ എല്ലാം നടക്കാൻ പാടുള്ളൂ. വിവാഹം പോലും നീതിക്ക് വേണ്ടി നടക്കണം. മനസ്സിലാകുന്നുണ്ടോ? അനേക യുവാക്കന്മാർ അവൻ സ്വതന്ത്രം വിവാഹ മോചനം നടക്കുന്ന കാലഘട്ടമായി ഈ കാലഘട്ടം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു വിവാഹം മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കണമെന്ന വചനം പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മാന്യമായ വിവാഹങ്ങളെ ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. മാന്യമായ വിവാഹങ്ങളെ ദൈവസഭയ്ക്കകത്ത് നടക്കാൻ പാടുള്ളൂ. എന്നാൽ അതിനെയൊക്കെയും അവൻ വൈദ്യമാക്കി കളയുന്ന പൈശാചിക സ്പിരിറ്റ് തലമുറകൾക്കകത്തേക്ക് ഇടിച്ചു കയറുകയാണ്. ഇതൊന്നും ആത്മമണ്ഡലത്തിൽ നാം കാണാതെ പോകരുത്. സ്തോത്രം. ആത്മമണ്ഡലത്തിൽ ഈ നാളുകളിൽ കാണണം, തിരിച്ചറിയണം. തലമുറകളെ ഭാവിയെ നശിപ്പിക്കുന്ന, ഫ്യൂച്ചറിനെ അടച്ചു കളയുന്ന ഫ്യൂച്ചറിനെ അടച്ചു കളയുന്ന പൈശാചിക പോരുകൾ എനിക്ക് എന്നറിയത്തില്ല. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുകയാണ്. ഈ ആമൻ ദൈവമക്കളോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ആമൻ. സ്വന്തം ഫ്യൂച്ചറിനെ അടച്ചു കളയുന്ന ദുഷ്ട പിശാചിന്റെ ശക്തികളോട് ഈ നാളുകളിൽ പ്രാർത്ഥനയാൽ ജയമെടുക്കണം. പ്രിയപ്പെട്ടവർ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ലെന്ന് വചനം പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും തലമുറകൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ തീരുമാനമെടുത്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ജീസസ്. വഴിതെറ്റിച്ച് കളയുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. സ്തോത്രം. ആമേൻ. ഉത്തമഗീതത്തിൽ പറയുന്നു പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. സ്തോത്രം. രണ്ട് ശക്തികളുടെ നടുക്കാണ് ദൈവമക്കൾ ആയിരിക്കുന്നത്. പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. ആമേൻ. സ്തോത്രം. പ്രിയൻ യേശു കർത്താവിന്റെ ആഗ്രഹവും നിന്നോടാകുന്നു. രണ്ടു പേരുടെ ആമേൻ സ്തോത്രം പ്രേമത്തിന്റെ നടുവിലാ ദൈവമക്കൾ ആയിരിക്കുന്നത്. ഇത് മറന്നു പോകരുത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പാപം വാതിക്കൽ കിടക്കുന്നു. ആമേൻ. പാപം വാതിക്കൽ കിടക്കുന്നു. പാപത്തെ നീ കീഴടക്കണം എന്ന വചനം പറയുന്നത്. എങ്ങനെയാ? പാപത്തെ നീ കീഴടക്കണം. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ പാപം ആ ജനത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നു പാപം വാതിക്കൽ കിടക്കുന്നു, പാപത്തെ നീ കീഴടക്കണം. പക്ഷേ അനേക വിശ്വാസികളെ, അനേക ദൈവമക്കളെ, അനേക ശുശ്രൂഷകന്മാരെ പാപം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഹല്ലേലൂയ. എന്നാൽ അപ്പുറത്ത് പറയുന്നു പ്രിയന്റെ ആഗ്രഹം നിന്നോടാകുന്നു. യേശു കർത്താവിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. യേശു കർത്താവ് വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആമേൻ. സ്തോത്രം. വാതിൽ തുറന്ന് നീ അവനെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ആമേൻ.
യേശു കർത്താവിനെ തള്ളുകയും പാപത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് പിശാച് ജനത്തെ വശീകരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സെഡ്യൂസിങ് സ്പിരിറ്റ് വ്യാപരിച്ച് വശീകരണത്തിന്റെ ആത്മാക്കളിൽ കൂടി പിശാച് പ്രിയ തലമുറകളെ കവർന്നെടുക്കുമ്പോൾ ഇന്ന് രാത്രി പ്രിയ മാതാപിതാക്കൾ ജയമെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. വചനത്തിൽ ഉറക്കാത്ത തലമുറകൾ, സ്വതന്ത്രം വചനം വായിക്കാത്ത, ആരാധനയ്ക്ക് വരാതെ തലമുറകൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഇരിക്കാതെ തലമുറകൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ എന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. വിട്ടുകൊടുക്കത്തില്ല ഞാൻ സാത്താൻ എന്ന് പറഞ്ഞ് വാദിച്ചു പ്രാർത്ഥിക്കണം. സ്തോത്രം. അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ നാളുകളിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാത്താൻ നമ്മളെ ആഗ്രഹിക്കുന്നതിനകത്ത് ഒരു ന്യായമായ കാര്യമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശു കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നു, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന് പറയുമ്പം ന്യായമായ കാര്യം അതിന് പുറകിലുണ്ട്. കാരണം അവൻ കാൽവറി രക്തം കൊടുത്തു നമ്മളെ സമ്പാദിച്ചതാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവൻ കാൽവറി രക്തം കൊടുത്ത് നമ്മളെ സമ്പാദിച്ചത് കൊണ്ടാണ് അവന് നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടാനുള്ള അധികാരമുള്ളത്. എന്നാൽ സാത്താൻ വാതിൽക്കൽ കിടക്കുന്ന എന്തിനാണെന്നറിയാമോ? അറക്കുവാനും മുടിക്കുവാനും നാണം കെടുത്തുവാനുമാണ്. വളരെ വ്യക്തമായ ഒരു കാര്യം കൂടെ പറയുകയാണ്. ജഡത്തെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച് വചനത്തിൽ ഉറപ്പിക്കാതെ രഹസ്യത്തിൽ പാപം ചെയ്യിപ്പിച്ച് രഹസ്യത്തിൽ ചെയ്യുന്ന പാപങ്ങളെ പരസ്യത്തിൽ വർക്ക് ഫിനിഷ് ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തി കളയുന്ന, പേക്കൂത്താക്കി കളയുന്ന, നാമെ സ്വതന്ത്രം ലജ്ജിപ്പിച്ച് കളയുന്ന പൈശാചിക തന്ത്രങ്ങളോട് ഈ നാളുകളിൽ ദൈവമക്കൾ എതിർത്തു നിന്ന് വചനത്തിൽ ഉറച്ചു ജയമെടുക്കുവാൻ ഈ നാളുകളിൽ തയ്യാറാകണം പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അപ്പൊ റോമർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തിൽ മോഹം ജനിച്ചാൽ ഉണ്ടാകുന്ന സംഭവം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പെറുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മരണത്തിന്റെ തുടക്കം മോഹത്തിലാണ്. മരണത്തിന്റെ ആരംഭം മോഹത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. ഈ മരണത്തിന്റെ വല്യമ്മച്ചിയാണ് മോഹം, അങ്ങനെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണത്തെ പെറുന്നു. എന്തായാലും പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇതാദ്യം മനസ്സിലാക്കി വെക്കുക. എന്തായാലും പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് നിത്യജീവനാണ് ലഭിക്കുന്നതെന്ന് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയിൽ നിന്നും രക്ഷപ്പെടുവിൻ. എന്താ പറഞ്ഞ? വക്രതയും കോട്ടവും നിറഞ്ഞ ഈ തലമുറയിൽ നിന്നും രക്ഷപ്പെടുവിൻ. അപ്പോസ്തലനായ പൗലോസ് അത് വീണ്ടും എടുത്ത് കോട്ട് ചെയ്ത് പറഞ്ഞു, വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയിൽ നിന്നും രക്ഷപ്പെടുവിൻ. സ്തോത്രം. ചിലർ ചോദിച്ചു, കർത്താവിന്റെ ദാസനെ എപ്പോൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ സാധനം തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണ്? സ്തോത്രം, ഹല്ലേലൂയ. പറയാൻ കാരണം ഇത് തന്നെ പറയാനാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് തോന്നുന്നു. പരിശുദ്ധാത്മാവ് അത് തന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ വേണ്ടിയിട്ട് ആദിമ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞ ആ ഉറപ്പിക്കുന്ന വിശ്വാസത്തിന്റെ വചനങ്ങൾ ഇന്ന് അന്യം നിന്നു പോയതുപോലെ ആയി മാറിയിരിക്കുകയാണ്. ഇന്ന് അതൊന്നും ആരും മെസ്സേജ് കൊടുക്കുന്നില്ല. ഇന്ന് അതൊന്നും ആരും അധികം പ്രസംഗിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നിങ്ങൾ സ്വോത്രാകാഴ്ച പാത്രത്തിലോട്ട് കുത്തിയിട്ട് കഴിഞ്ഞാൽ വലിയ 2 കാറ് കിട്ടുമെന്ന് പറയുന്ന മെസ്സേജുകൾ അല്ലാതെ, നിങ്ങളുടെ വീടിന്റെ കാർപോർച്ചിൽ 3 കാറ് വന്ന് കിടക്കുമെന്ന് പറയുന്ന മെസ്സേജ് അല്ലാതെ മറ്റൊരു മെസ്സേജുകളും എനിക്കിവിടെ കാണാനില്ലായിരുന്നു. ഞാൻ പരിധി നോക്കിയപ്പോൾ ഇന്ന് രാത്രികാലം സ്തോത്രം, ഒരുപാട് വളരെ ചെറിയ കുറച്ച് ദേവദാസന്മാരെ മാത്രം ഞാൻ കണ്ടു. സ്തോത്രം, വചനത്തിനു വേണ്ടി, മാനസാന്തരത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന ദേവദാസന്മാര്. സ്തോത്രം, ഇത്തരത്തിലുള്ള തലമുറകൾ ഈ സ്തോത്രം സഭകളിൽ നിന്നും എഴുന്നേറ്റ് വരട്ടെ. മാനസാന്തരത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മാനസാന്തരത്തിനു വേണ്ടി പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പള്ളിയിൽ പോയത് കൊണ്ടോ ഒരുപാട് കാര്യങ്ങൾ പള്ളിക്ക് വേണ്ടി ചെയ്തത് കൊണ്ടോ ഒന്നും സ്വർഗ്ഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കേണ്ട കേട്ടോ. അങ്ങനെ നമുക്ക് പോകാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ ഈ സൂം മീറ്റിംഗിൽ വന്ന് കൃത്യസമയത്ത് എല്ലാവരെക്കാട്ടിലും മുമ്പ് ഞാൻ വന്നെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല കേട്ടോ. സ്തോത്രം. നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിത്യത്തിലെത്തത്തുള്ളൂ. യേശു കർത്താവിന് കൂടെ വാഴത്തുള്ളൂ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ കോടികൾ മുടക്കി ആലയം
ആലയം പണിതു. സ്തോത്രം. കോടികൾ മുടക്കി ആലയം പണിതു. സ്തോത്രം. ആമേൻ. ഇന്നത്തെ ഇന്ത്യൻ മണി വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കോടികളുടെ വിലയുണ്ട് അതിന്റെ സമാഗമന കൂടാരത്തിനുമൊക്കെ. മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. പക്ഷേ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ശലോമോന്റെ പേരില്ലാതെ പോയി. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആലയത്തിനകത്ത് പെയിന്റ് അടിച്ചത് കൊണ്ടോ, കസാര ഇട്ടത് കൊണ്ടോ, ആമേൻ, കൂടുതലായിട്ട് ഞാൻ പൈസ കൊടുത്തു എന്ന് പറഞ്ഞത് കൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ, ആമേൻ, സ്വതന്ത്രം സ്വർഗത്തിൽ പോകണമെന്ന് വാദിക്കാൻ പറ്റത്തില്ല കേട്ടോ. സ്വതന്ത്രം. അങ്ങനെയാണെങ്കിൽ ശലോമോൻ ഇടയ്ക്ക് കയറും. സ്വതന്ത്രം. ഇടയ്ക്ക് കയറിയിട്ട് പറയും, അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ആദ്യം പോകണ്ടേ ചോദിക്കും. സ്വതന്ത്രം. അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ബലാത്കാരണേ അല്ലാതെ സ്വർഗരാജ്യം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വതന്ത്രം. നിസാരം ഒരു പഴം തിന്നതിന്റെ പേരില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹവ്വയ്ക്ക്, ആമേൻ, സ്തോത്രം, വാഗ്ദത്തം നഷ്ടപ്പെട്ടത്, തോട്ടത്തിൽ നിന്ന് പുറത്തായത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ എത്ര പഴം എത്രത്തോളം എത്ര ദിവസങ്ങളിൽ രാവും പകലും ഇല്ലാതെ കഴിക്കുന്നവരാ വിശ്വാസികളെ. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ക്ഷമിക്കണമേ കർത്താവേ, ക്ഷമിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചോ? സ്തോത്രം. പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഹവ്വ കയറി പിടിക്കും അതിന്റെ ഇടയ്ക്ക്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഒരു പഴം കഴിച്ചതിന്റെ പേരിൽ എന്നെ പുറത്താക്കിയെങ്കിൽ, ആമേൻ, സ്തോത്രം, ഒരുപാട് പഴങ്ങൾ കഴിക്കുന്ന ഇവരെയൊക്കെ പിടിച്ച് സ്വർഗത്തിൽ ഇരുത്താൻ പറ്റുമോ കർത്താവേ എന്ന് ചോദിച്ചു ഉടക്കും കേട്ടോ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇതറിയാവുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, വല്ലവിധേനയും സ്വർഗരാജ്യത്തിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചെയ്യപ്പെടുക്കുക. ആമേൻ. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ. സ്തോത്രം. യേശു കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ വളരെ ലാവണ്യത്തോടുള്ള വാക്കുകളായിരുന്നു. രണ്ടാമത്തെ പ്രസംഗം 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച പ്രസംഗമായിരുന്നു. സ്തോത്രം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വയറ് നിറച്ച് ഫുഡ് കിട്ടും യേശുവിന്റെ മെസ്സേജിന് പോയി കഴിഞ്ഞാൽ. സ്തോത്രം. യേശു പ്രസംഗം നടത്തുന്ന കൺവെൻഷന് പോയി കഴിഞ്ഞാൽ വയറ് നിറച്ച് ഫുഡ് കിട്ടും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും യേശുവിന്റെ മെസ്സേജിന്റെ സ്റ്റൈൽ അങ്ങ് മാറി. യേശുവിനെ പറയാൻ തുടങ്ങി, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പിന്നെ ഭൗതികമായ അപ്പമില്ല, ഭൗതികമായ മീനില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് യേശു കർത്താവ് പറയാൻ തുടങ്ങിയപ്പോൾ, പ്രസംഗത്തിന്റെ ശൈലി മാറാൻ തുടങ്ങിയപ്പോൾ കേട്ടു നിന്നവർ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കേട്ടു നിന്നവർ പറഞ്ഞു, അയ്യോ, ഭയങ്കര കഠിനവാക്ക്, ഇത് ഭയങ്കര കഠിനവാക്ക്, ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് യേശുവിന്റെ പ്രസംഗം കേട്ട് ഇട്ടേച്ചു പോയി. സ്തോത്രം. ചിലരൊക്കെ അങ്ങനെ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലപ്പം സൂം മീറ്റിംഗ് ആണെങ്കിലും കൺവെൻഷൻ ആണെങ്കിലും മെസ്സേജ് പാപത്തെ കുറിച്ചാണ് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകും. അങ്ങനെ കുറെ പേരുണ്ട്. സ്തോത്രം. 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അവർ ഉദ്ദേശിച്ച കാര്യം അവർക്ക് വിളമ്പ് ഇപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ സ്തോത്രം ഇട്ടേച്ചു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് 12 ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ ആഗ്രഹമുണ്ട്? പോകണേ, പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. യേശു കർത്താവ് ആരെ നിർബന്ധിക്കത്തില്ലെന്നേ. സ്തോത്രം. യേശു കർത്താവ് ആരുടെയും ഫ്രീഡത്തിൽ കയറി കയ്യേറത്തില്ല. യേശു കർത്താവ് ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടത്തില്ല. പോണെങ്കിൽ പൊക്കോ. ഹല്ലേലൂയ. 12 ശിഷ്യന്മാര് പറഞ്ഞു, യേശു കർത്താവെ, ഗുരു, നീ എന്താ പറയുന്നത്? അപ്പോ ആണെങ്കിൽ ഞങ്ങൾക്ക് ആമേശ്വരം വാങ്ങിക്കാൻ കിട്ടും, മീനാണെങ്കിൽ പണ്ടത്തെ ജോലി ഞങ്ങളുടെ അതായിരുന്നു, ആമേശ്വരം കടലിൽ പോയാൽ ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടും. പക്ഷെ എവിടെയും കിട്ടാത്ത ഒരു സാധനം നിന്റെ അകത്തുണ്ട്, നിത്യ ജീവന്റെ മൊഴികൾ നിന്റെ അകത്തുണ്ട് പ്രിയ യേശു കർത്താവേ. അത് ഞങ്ങൾക്ക് എവിടെയും വാങ്ങിക്കാൻ കിട്ടത്തില്ലെന്ന് 12 ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. ഇന്ന് രാത്രി 12 ശിഷ്യന്മാർക്കുണ്ടായിരുന്ന വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ക്വാളിറ്റി ഈ ദിവസങ്ങളിൽ ദൈവമക്കളിന്മേൽ വ്യാപരിക്കട്ടെ. ഈ ദിവസങ്ങളിന്മേൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളിന്മേൽ ആ ക്വാളിറ്റി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവന്റെ സ്വഭാവം നോക്കി നീ യേശുവിനെ ആരാധിക്കാൻ വരണ്ട കേട്ടോ. നിന്റെ അപ്പന്റെയോ നിന്റെ അമ്മയുടെയോ നിന്റെ കൂടപ്പുറപ്പിന്റെ സ്വഭാവം നോക്കി നീ യേശുവിനെ ആരാധിക്കാൻ വരണ്ട. നീ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യേശുവിന്റെ സ്വഭാവം നോക്കി ഫോളോ ചെയ്യേ. അവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ നാളെ പള്ളിയിൽ വരുന്നില്ല, അവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ നാളെ ആരാധിക്കാൻ പോകുന്നില്ല, അവൻ ഇങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് പോകേണ്ടത് മാറിക്കാണെങ്കിൽ നീ പോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവാരോടൊക്കെയോ ദൂത് അമർച്ചയായി വിളിച്ചു പറയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി ഈ ആമേശ്വരം കൂടി വന്നവരുടെ മേൽ വ്യാപരിക്കുകയാണ്. നിങ്ങൾ ഏത് മുറിക്കകത്താണോ ഇരിക്കുന്നത് അവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് ആരെയും പിടിച്ചു നിർത്തത്തില്ലെന്നേ, ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടത്തില്ല. ആമേൻ. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. ഏതേനിൽ ആമേൻ തോട്ടത്തിന്റെ നടുക്കൊരു വൃക്ഷം നട്ടു വെച്ചിട്ടുണ്ട്. ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ആമേൻ. സ്തോത്രം. ആര് പറഞ്ഞു? ആമേൻ. ദൈവം ആദാമിനോടും ഹവ്വയോടും പറഞ്ഞു ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന്. സ്തോത്രം.
ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിനാ ഇപ്പൊ കർത്താവ് ആ വൃക്ഷം നട്ടുവെച്ചത്? അത് നട്ടുവെച്ചത് കൊണ്ടല്ലേ ഇത് കഴിക്കാൻ പോയത്? അത് നട്ടുവെച്ചില്ലെങ്കിൽ കഴിക്കത്തില്ലായിരുന്നല്ലോ. സ്വോത്രം. എന്തോ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തോരം വൃക്ഷമാ തോട്ടത്തിൽ നിൽക്കുന്നത്, അതിന്റെ നടുക്കൊരു വൃക്ഷം. ഈ സാധനം കണ്ടുപിടിക്കാൻ ഒരു അടയാളം പോലും ദൈവം പറഞ്ഞു കൊടുത്തിട്ടില്ല. സ്വോത്രം. ആ മരത്തിന്റെ കളർ എന്നതാണോ, ആ മരം ചെറുതാണോ വലുതാണോ, അതിനകത്ത് പഴം മൊത്തം ഉണ്ടെന്നോ, അതിന്റെ ഇല ഇങ്ങനെ ഇരിക്കുന്നതെന്നോ ഒന്നും ദൈവം പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നാൽ തോട്ടത്തിൽ ഒരുപാട് വൃക്ഷങ്ങൾ വേറെയുണ്ട്. ആമേൻ. സ്വോത്രം. ഈ പുള്ളിക്കാരി ഇത് തപ്പി നടന്നിട്ട് എത്രയോ നേരം തപ്പി നടന്നിട്ടുണ്ടാവോ വൃക്ഷത്തിന് വേണ്ടി? ഞാൻ അങ്ങനെ ചിന്തിക്കുക, അങ്ങനെയൊന്നും അല്ലായിരിക്കാം. സ്വോത്രം. എനിവേ, എന്തു ആയിക്കോട്ടെ, എന്റെ ചിന്തയിൽ വന്നൊരു കാര്യം മാത്രമാണ്. സ്തോത്രം. ആ വൃക്ഷത്തിന്റെ അടുത്ത് സാത്താൻ വന്ന് അത് പറിക്കുക, അത് പറിച്ച് തിന്നാൻ വേണ്ടി കൊടുത്തപ്പം അത് പറിച്ച് തിന്നുകയാണ് ആ സഹോദരി, സ്തോത്രം, ഹവ്വ. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാണ് ദൈവം ആ സ്ഥാനം വെച്ചത്? കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തോട് കൂടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തോട് കൂടിയിരിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തോട് കൂടിയിരിക്കാനും മനുഷ്യൻ ദൈവത്തോട് കൂടിയിരിക്കാനുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. ഇത് തന്നെ പുതിയ നിയമസഭയിലും പറയുന്നത്, നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലുമാണ്. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലുമാണ്. അതിനാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചോര തന്ന് നമ്മളെ വീണ്ടെടുത്തത്. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതിനെ ക്രിസ്തു നമ്മളെ ചോര തന്ന് വീണ്ടെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത് ദൈവത്തോട് കൂടിയിരിക്കാനും അവർ ദൈവത്തോട് കൂടിയിരിക്കാനും വേണ്ടിയായിരുന്നു. സ്തോത്രം. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു, എന്നെങ്കിലും ഇവർക്ക് എന്നോട് കൂടിയിരിക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആമേൻ, അവർക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ആ വൃക്ഷത്തിന്റെ ഫലം. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ചിലർ ചോദിക്കും, കർത്താവ് അങ്ങനെയാണ് ഈ പാപത്തെ ഈ ഭൂമി അങ്ങ് എടുത്ത് കളഞ്ഞാൽ പോരായിരുന്നു ദൈവത്തിന്? ഇത്രയും കടന്ന് പ്രസംഗിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? പാപത്തിന് അങ്ങ് എടുത്ത് കളഞ്ഞാൽ പോരുന്നു, എന്നിട്ട് വിശുദ്ധമായിട്ട് അങ്ങ് ജീവിച്ചപ്പോ ഇത്ര എടുത്ത് കളഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നു? ചിലർ ചോദിക്കും. ഇതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സ്വതന്ത്രം, നമ്മുടെ ആരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ദൈവം ഇടപെടത്തില്ല. പ്രൈവസി കയറി ഇടപെടുന്നത് മനുഷ്യരും പിശാചുമാണ്. ഒരു വ്യക്തിയുടെ പ്രൈവസി കയറി ഇടപെടുന്ന സ്വഭാവം മനുഷ്യർക്കും പിശാചിനും ഉള്ളത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? പിശാചി കൂടെ മനുഷ്യർക്ക് അത് കിട്ടി, അവരുടെ പ്രൈവസി കയറി സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടും. പക്ഷെ ദൈവം സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടത്തില്ല. സ്തോത്രം. പോണെങ്കിൽ പൊക്കോ. സ്തോത്രം. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി പ്രിയ സഹോദരനും സഹോദരിയും ആമേൻ സ്തോത്രം ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിൽ കൂടി ആമേൻ വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്നുമുള്ള സത്യവചന, മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആമേൻ സ്തോത്രം, ശാരീരിക രോഗത്തെക്കാട്ടുള്ളപ്പുറമായി ആത്മീക രോഗത്തിനുള്ള ചികിത്സ വചനം കൊണ്ട് ചികിത്സിച്ച് നിത്യതയെ അവകാശമാക്കുക എന്ന ദൂത് പരിശുദ്ധാത്മാവിന്റെ ആമേൻ സ്തോത്രം കൃപയാൽ ദൈവത്തിൽ ശരണപ്പെട്ട് കൈമാറിയിരിക്കുമ്പോ ഇന്ന് രാത്രി അത് കേട്ടിരിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിനകത്ത് അങ്ങ് സംസാരിക്കണമേ കർത്താവ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏതെങ്കിലും മേഖലകളിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശു കർത്താവ് പറയുന്നു, വീണവനെ വീണ്ടും ചവിട്ടിത്താക്കുന്നവനല്ല എന്റെ യേശു കർത്താവ്, വീണിടത്തു നിന്നും കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ് എന്റെ യേശു കർത്താവ്. അത് എത്ര വലിയ കൊടിയ പാപമാണെങ്കിലും യേശുവിന്റെ രക്തം സകല പാപവും പോക്കി എന്നെയും നിന്നെയും ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ രക്തം എത്ര വലിയ പാപമാണെങ്കിലും, കടും ചുവപ്പേറിയ പാപമാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന കർത്താവ് എന്റെ യേശുവേ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുറിക്കകത്ത് അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവ്, അടയാളങ്ങൾ ചെയ്യുന്ന കർത്താവ്, ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു കർത്താവേ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ കർത്താവേ. അവരുടെതിരെ വാദിക്കുന്ന വാക്തത്വങ്ങൾക്ക് തടസ്സമായി വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ, പൈശാചിക പോരുകൾ, ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുമാറട്ടെ കർത്താവേ. ആമേൻ സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ആരോ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാ. ആമേൻ. തലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ തലമുറയുടെ മേൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്. പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, നിന്റെ തലമുറയുടെ മേൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ട്. ആമേൻ. ഈ വരും ദിവസങ്ങളിൽ നീ പോലും അറിയാത്ത മണ്ഡലങ്ങളിൽ കൂടി, നീ പോലും പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ കൂടി എന്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു
മറുപടിയായി കടന്നു വരുന്നുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാ. ആമേൻ. കണ്ണുനീര് തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ച അതിന് അളന്ന് പ്രതിഫലം തരുന്ന കർത്താവ് ഇന്ന് രാത്രി അതിന്മേലൊരു പ്രതിഫലം നൽകി തരുന്നു. ആമേൻ. സ്വതന്ത്രം. ഹല്ലേലൂയ. എനിക്കറിയാമായിരുന്നു ഈ വചനം ആമേൻ ശുശ്രൂഷ തുടങ്ങിയപ്പോഴേ പരിശുദ്ധാത്മാവ് പറഞ്ഞായിരുന്നു, ആരോ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വചന ശുശ്രൂഷ ഇതിനകത്തുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ആ ശുശ്രൂഷ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദര സഹോദരി, ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തേക്ക് ദൈവം ഇതാ ആമേൻ സ്തോത്രം ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങളുടെ അകത്തേക്ക് ദൈവം ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിന് മേൽ ആമേൻ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ കണ്ണുകൊണ്ടത് കാണും. മഹിമ കണ്ട സാക്ഷിയായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ആമേൻ സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സമയം നൽകുന്ന ആമേൻ ഇൻവൈറ്റ് ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. വളരെ നന്ദിയുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം. ഇന്നത്തെ മെസ്സേജിൽ എല്ലാവരും ബലപ്പെടുക, ഈ ബലത്തോടെ മുമ്പോട്ട് പോകുക. അത് മാത്രമല്ല, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ശുശ്രൂഷകന്മാരെ പോലും വഴിതെറ്റിച്ച് കളയുന്ന കാലഘട്ടമാണ്. ശത്രുവിനെതിരെ എത്രത്തോളം ഫൈറ്റ് ചെയ്യുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുകയും അങ്ങനെ സാത്താന്റെ ശക്തികൾക്കെതിരെ പുറത്താക്കിയുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാത്താന്റെ കുരുക്കുകളെ അഴിച്ച് ഓരോ ദാമ്പത്യ ജീവിതങ്ങളെ ഒന്നിപ്പിച്ചു കൊണ്ടുവരികയും കുടുംബങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടുവരുമ്പോൾ ശത്രുവാകുന്ന സാത്താൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. അവന്റെ കുരുക്കുകൾ അഴിക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നുകൊണ്ടിരിക്കും. അവൻ എന്തെങ്കിലുമൊക്കെ ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. എന്നിലുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ പ്രസംഗത്തിനൊക്കെ വരുമ്പം ലെഫ്റ്റും റൈറ്റും ബ്ലാക്ക് കാറ്റ് ഒക്കെ വെച്ച് വരുന്ന ശുശ്രൂഷകന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആമേശ്വരം സഹതാപം തോന്നാറുണ്ട്. എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് വരുന്നതെന്ന്. സ്തോത്രം. കാരണം അവരുടെ അകത്തുള്ളത് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം അവർക്ക് ഇങ്ങനെ വെക്കാൻ തോന്നത്തില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അകത്തുള്ളവൻ ലോകത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ബ്ലാക്ക് കാറ്റിനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ രാത്രികളിൽ ബലപ്പെട്ടു പോകുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്തും സഭയോർത്തും കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി ഓർപ്പിക്കുന്നു. കർത്താവ് എല്ലാം അനുഗ്രഹിക്കുമാറാക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു ജീസസ്.